സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമ്മളെ പലപ്പോഴും വലച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമെന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചാപ്റ്ററിന് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ആവശ്യമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ടെൻസ് പഠിക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എത്ര ടെൻസ് നിങ്ങളെ പഠിപ്പിച്ചു? ഞാൻ നിങ്ങളെ 6 ടെൻസ് ആണ് പഠിപ്പിച്ചത്. അപ്പോഴും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ 6 ടെൻസ് മാത്രം മതിയോ? ഇംഗ്ലീഷിൽ ഏകദേശം 99% കാര്യങ്ങളും സംസാരിക്കാൻ നമ്മൾക്ക് 6 ടെൻസ് മാത്രം പഠിച്ചാൽ മതി. ഇനി നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അല്ല. ഇതൊരു വളരെ പ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒരു മെത്തേഡാണ്. അദ്ദേഹത്തിന്റെ പേര് നോർമൻ ലെവിസ് എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് 6 ടെൻസ് മാത്രം പഠിച്ചാൽ മതി, നമ്മൾക്ക് 99% കാര്യങ്ങളും ഇംഗ്ലീഷിൽ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 1 മുതലുള്ള ചാപ്റ്ററുകൾ വളരെ കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വളരെ ദയവായി ഞാൻ നിങ്ങളോട് കാര്യം അപേക്ഷിക്കുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു ലൈക്ക് ചെയ്യണം. കാരണം എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. മറ്റ് വീഡിയോകൾ ഉണ്ടാക്കാനും അങ്ങനെയാണ് എനിക്ക് പ്രചോദനം കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്ക് ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ലൈക്ക് ചെയ്യുക. അപ്പോൾ മുമ്പോട്ടുള്ള സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം പഠിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകൾ പഠിക്കുക. ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നാണ് അതിന്റെ അർത്ഥം. വെൻ എപ്പോൾ. വേർ എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ നിന്ന്. വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്. ഹൂ എന്ന് പറഞ്ഞാൽ ആര്. ഹുസ് എന്ന് പറഞ്ഞാൽ ആരുടെ. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ഹൗ എങ്ങനെ. ഹൗ ലോങ്. ശ്രദ്ധിക്കുക, ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം, എത്ര കാലം അല്ലെങ്കിൽ എത്ര സമയം എന്നുള്ളതാണ്. എത്ര ദൂരം എന്നുള്ളത് അല്ല. ശ്രദ്ധിക്കുക, എത്ര ദൂരം എന്നുള്ളത് ചോദിക്കാൻ ഹൗ ഫാർ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇനി ഹൗ മനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഹൗ മനി ഉപയോഗിച്ച് ചോദിക്കുന്നത്. ഇനി ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര. അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ പൈസ ചോദിക്കാൻ വേണ്ടി ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ആയി എന്നുള്ളതാണ്. നമ്മൾ വളരെ ചുമ്മാ ഒരു ഹൗ മച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര രൂപ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഹൗ മനിയും ഹൗ മച്ചും തമ്മിലുള്ള വ്യത്യാസം, ഹൗ മനി എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസം, നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഒരു 10 പേന, അപ്പോൾ ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നുള്ളതാണ്. ഇനി ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റില്ലാത്ത. ഇപ്പൊ എണ്ണാൻ പറ്റത്തില്ലാത്ത എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് മിൽക്ക് വി ഗോട്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ എന്തേരം പാലുണ്ട്. അപ്പോൾ ഈ പാല് നമുക്ക് എണ്ണാൻ പറ്റുമോ? 1, 2 പാൽ എണ്ണാൻ പറ്റുമോ? ലിറ്റർ എണ്ണാൻ പറ്റും. ലിറ്ററിനെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ലാത്ത. പിന്നെ അപ്പോ പഞ്ചസാരയെ പറ്റി പറയണം, ഹൗ മച്ച് ഷുഗർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും പഞ്ചസാര എണ്ണാൻ പറ്റുമല്ലോ 1, 2 നമുക്ക് എണ്ണാൻ പറ്റും. പക്ഷെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എണ്ണാൻ പറ്റും എത്ര പഞ്ചസാര ഇടത്തരികൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ ഹൗ മച്ചിലാണ് നമ്മൾ വരുത്തുന്നത്. അതായത് എണ്ണാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ പൈസ പറയാനും നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഹൗ മച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എത്ര ഇടപെട്ട് അല്ലെങ്കിൽ എത്ര തവണ. ഇനി ശ്രദ്ധിക്കുക, ചില രാജ്യങ്ങളിലൊക്കെ ഹൗ ഓഫ്റ്റൺ എന്നും പറയാറുണ്ട്. ഓഫണിന് പകരം ഓഫ്റ്റൺ എന്നും പറയാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങൾ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അവിടെയൊക്കെ ചിലരൊക്കെ ഓഫ്റ്റൺ, അതായത് എല്ലാ സ്ഥലങ്ങളിലും അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളം തന്നെ പല രീതിയിൽ സംസാരിക്കുന്നു. നമ്മൾ മലബാറിലേക്ക് പോയാൽ മലയാളം മറ്റു രീതിയിലാണ് സംസാരിക്കുന്നത്, തൃശ്ശൂർ മറ്റൊരു രീതിയാണ്, കോട്ടയം മറ്റൊരു. അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ ഓഫ്റ്റൺ എന്ന് പറയാറുണ്ട്, ഓഫൺ എന്ന് പറയാറുണ്ട്. രണ്ടും ശരിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇനി മുമ്പോട്ട് പോവുക. അപ്പോഴും ശ്രദ്ധിക്കുക, ഇനിയുള്ളത് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയാണ്. അതായത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ട്രീസ ഈസ് ഈറ്റിംഗ് മാംഗോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ട്രീസ ഈസ് ഈറ്റിംഗ് മാംഗോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ട്രീസ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഏത് ടെൻസ് ആണ്
ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. അപ്പോഴേ ഞാൻ അതിന്റെ അർത്ഥം അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ചോദിക്കുന്നത് ട്രീസ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ നമുക്ക് ആൻസർ അറിയാം അല്ലേ? ആൻസർ എന്താണ്? മാങ്ങ എന്നുള്ള ആൻസർ നമുക്കറിയാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ വരുന്നത്? എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വാട്ട് അല്ലേ? വാട്ട്. ഇനി നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ട്രീസ ഈസ് ഈറ്റിംഗ് മാംഗോ, അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ആ ഈസ് ഉണ്ട്, ഈസിനെ എടുത്ത് മുമ്പിലോട്ട് ഇടുക, എന്നിട്ട് ആ മാംഗോ അങ്ങ് വെട്ടിക്കളയുക. അപ്പോഴേ ക്വസ്റ്റ്യൻ ആയി. ശ്രദ്ധിക്കുക, ആ ഈസ് എടുത്ത് മുമ്പിലേക്ക് ഇടുക, ആ വാട്ടിന് ശേഷം ഈസ് ഇടുക. അപ്പോൾ വാട്ട് ഈസ് ട്രീസ ഈറ്റിംഗ്? അപ്പോഴാണ് അതാണ് ക്വസ്റ്റ്യൻ. അടിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? മാംഗോ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയണത് വാട്ട് ഈസ് ട്രീസ ഈസ് ഈറ്റിംഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മാംഗോ എന്ന് പറയാം. അതല്ല എങ്കിൽ ട്രീസ ഈസ് ഈറ്റിംഗ് മാംഗോ എന്നും പറയാവുന്നതാണ്. രണ്ടും ശരിയാണ്. പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് മാംഗോ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഏത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം, അതായത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഒന്നെങ്കിൽ ഈസ്, ആമ്, ആറ്, ഹാസ്, ഹാവ്, വാസ്, വേർ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല ടെൻസിനകത്ത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുവരും? അതെടുത്ത് നമ്മൾ മുമ്പിലോട്ട് ഇടുക. അതായത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം അതാണ് നമുക്ക് ആവശ്യം. ഇതിനൊക്കെ ഹെൽപ്പിംഗ് വെർബ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അങ്ങ് ഓർത്താൽ ഈസ്, ആം, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെടുത്ത് അങ്ങ് ഫ്രണ്ടിലോട്ട് ഇടുക. അല്ലെ ക്യാന്, കുഡ്, അങ്ങനത്തെ ഒക്കെ. ഇനി മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ട്രീസ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ആരാണ് മാങ്ങ കഴിക്കുന്നത്? നമുക്ക് അങ്ങനെ ചോദിക്കാമല്ലോ. ഇവിടെ നിന്ന് ആര് ഈ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് അറിയത്തില്ലാത്ത ഒരാളാന്ന് നോക്കി ഈ മാങ്ങ കഴിക്കുന്ന വ്യക്തി ഏതാണ് എന്ന് ചോദിക്കും. അപ്പോഴാണ് എന്താണ് ആ ട്രീസ എന്നുള്ളത് അങ്ങ് വെട്ടിയാൽ മാത്രം. എന്നിട്ട് അവിടെ ആര് എന്നുള്ളതിന്റെ വാക്ക് ഏതാണ്? ഹൂ അല്ലെ? നമ്മൾ മുമ്പ് പഠിച്ചു ഹൂ ഈസ് ഈറ്റിംഗ് മാംഗോ. ആരാണ് ഈ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? ട്രീസ. വളരെ സിമ്പിൾ ആണ് അല്ലെ? ട്രീസ ആണ് മാങ്ങ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രീസ ഈസ് ഈറ്റിംഗ് മാംഗോ അല്ലെങ്കിൽ ട്രീസ. ഇത്രയും പറഞ്ഞാൽ മതി. ഇനി നമുക്കിത് പല രീതിയിലൊക്കെ പറയാം, പക്ഷെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. ഇനി മറ്റൊരു ഉദാഹരണം, ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. എന്താണ് അതിന്റെ അർത്ഥം? ഇത് ഏത് ടെൻസ് ആണ്? നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V1 പ്ലസ് ING എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? നമ്മൾ അത് പഠിച്ചതാണ്. അപ്പോൾ ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവര് ഇന്നലെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അവർ ഇന്നലെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഇനി നമ്മൾ ചോദിക്കുന്നത് ഈ ക്രിക്കറ്റ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ അവരെന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അവർ ഇന്നലെ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം എന്നാണ്? ക്രിക്കറ്റ്. ഇനി നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ആൻസറിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് 2-3 ഉദാഹരണം പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൻസറിൽ നിന്നല്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനിയിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ആവശ്യം? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അവര് ഇന്നലെ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് എന്നുള്ളതിന്റെ വാക്ക് ഏതാണ്? വാട്ട് അല്ലെ? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, മഞ്ഞ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്. ഇനി എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വേറൊക്കെ ഉണ്ടല്ലോ, വേറെ, വാസ്, വേറെ, ഈ സാം ഇതൊക്കെ എടുത്ത് അങ്ങ് മുമ്പിലോട്ട് ഇടുക. എന്നിട്ട് വാട്ടിന് ശേഷം അതങ്ങ് വരിക, അത്രേ ഉള്ളൂ. അപ്പോഴ് എന്താണ് വരുന്നത്? വാട്ട് വേർ ദേ പ്ലേയിങ് യെസ്റ്റർഡേ. അതായത് ക്രിക്കറ്റ് ഒഴികെ ബാക്കി എന്തൊക്കെ ഉണ്ട് അതങ്ങനെ അതേപടി അങ്ങ് എഴുതിയാൽ മതി. വേറെ ഫ്രണ്ടിലോട്ട് വിടുക. അതിന്റെ ഏറ്റവും മുമ്പിലായിട്ട് എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക, അത്രേ ഉള്ളൂ. വാട്ട് വേർ ദേ പ്ലേയിങ് യെസ്റ്റർഡേ. ഇനി അതിന്റെ ഉത്തരം എന്താണ്? ക്രിക്കറ്റ് അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് പറയാം ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ് യെസ്റ്റർഡേ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, നമുക്ക് ഇവിടെ എന്താണ് ആവശ്യം? ടെൻസ് ആണ്. അപ്പൊ ടെൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കൊന്നുമില്ല, ടെൻസും ക്വസ്റ്റ്യൻ വേർഡും ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ മാത്രം മതി. ഇനി ഞാൻ മറ്റു ഉദാഹരണം കൂടെ പറയാം. ഓക്കെ. മൈ ഫേവറേറ്റ് ഡിഷ് ഇസ് പെപ്പർ ചിക്കൻ. എന്റെ പ്രിയപ്പെട്ട ആഹാരം. ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടമുള്ള ആഹാരം. മൈ ഫേവറേറ്റ് ഡിഷ് ഇസ് പെപ്പർ ചിക്കൻ. പെപ്പർ ചിക്കൻ ആണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. ഇനി നമുക്ക് ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം ഏതാണ്? നിങ്ങൾ എന്നുള്ളതിന് യുവർ അല്ലെ? അപ്പം എന്താണ് നിങ്ങളുടെ ഏറ്റവും ഏതാണ് എന്നുള്ളതാണ് അല്ലെ? ഇപ്പൊ ഏതിന്റെ അർത്ഥം, ഏതിന്റെ വാക്കാണ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ്? ഏതാണ് നിങ്ങളുടെ
ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അവന്റെ ഉത്തരം എന്താണ്? പെപ്പർ ചിക്കൻ. അതല്ലെങ്കിൽ മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് പെപ്പർ ചിക്കൻ. സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, ഇത്രയും വരെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നി. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നു. എന്താണ് ഈ പ്രശ്നം? നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഞാൻ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ യെസ്റ്റർഡേ. ട്രീസ എന്ത് ചെയ്തു? ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു. ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? നമ്മൾ പഠിച്ചൊരു കാര്യമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അറിയത്തില്ല എങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? കഴിഞ്ഞ കാര്യം പക്ഷെ സമയമുണ്ട്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്താണ്? V2 അതുപോലെ തന്നെ സമയം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന നോക്കിയ ബോട്ട് എന്നുള്ളത് V2 ആണ്. ഇവിടെ സമയം യെസ്റ്റർഡേ ഉണ്ട് അല്ലെ? ഇനി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, എപ്പോഴാണ് ട്രീസ ഈ പുതിയ ഫോൺ വാങ്ങിയത്? അതിന്റെ ഉത്തരം എന്താണ് മലയാളത്തിൽ? ഇന്നലെ അല്ലെ? ഇന്നലെ. പക്ഷെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് ഈസ്, വാസ്, പിന്നെ അതുപോലെ തന്നെ ഹാസ്, ഹാവ് ഇതൊക്കെ എടുത്ത് മുമ്പോട്ട് ഇട്ടാൽ മതി, ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടാൽ മതി. ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വെൻ. എപ്പോഴാണ്? വെൻ എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി. പക്ഷെ കുഴപ്പം എന്താണ്? ഇതിനകത്ത് നമുക്ക് ഈ ഈസ്, വാസ് അങ്ങനത്തെ ഒരു സാധനമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിത് V1, V2, V3 ഒക്കെ പഠിച്ചു. അപ്പൊ ബൈയുടെ V2 ആണ് ഇത് ബോട്ട്, V3 ബോട്ട്. ഇനി ഞാൻ നിങ്ങളെ ഒരു ഫോർമുല പഠിപ്പിച്ചായിരുന്നു. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ച സമയത്ത് ഒരു ഫോർമുല പഠിച്ചായിരുന്നു. V2 ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് V1 എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ഇനി ഈ ഡിഡിന് വല്ല അർത്ഥമുണ്ടോ? ഒരു അർത്ഥവും ഇല്ല. അങ്ങനെ കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ബോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിഡ് പ്ലസ് ബൈ അല്ലെ? V2 ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ V2 അല്ലേ വന്നിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ അത് V2 ആണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് V2 ഈസ് ഈക്വൽ ടു എന്താണ്? ഡിഡ് പ്ലസ് V1 എന്ന് പറഞ്ഞു. അതായത് ബോട്ട് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് ബൈ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സെന്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ട്രീസ ഡിഡ് ബൈ എ ന്യൂ ഫോൺ യെസ്റ്റർഡേ എന്ന് എഴുതാമെന്നാണ്. കാരണം എന്താണ്? ഡിഡ് പ്ലസ് ബൈ ഈസ് ഈക്വൽ ടു ബോട്ട് ആണ് അല്ലെ? ട്രീസ ഡിഡ് ബൈ എ ന്യൂ ഫോൺ യെസ്റ്റർഡേ. അപ്പോൾ നമുക്ക് സംഭവം കിട്ടി, ഒരു ഡിഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഡിഡ് അല്ലെങ്കിൽ ഡു ഇങ്ങനെയൊക്കെ വന്ന ഡസ് ഒക്കെ വന്ന അവനെ എടുത്ത് അങ്ങ് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതി അല്ലെ? അപ്പോൾ എന്ത് ചെയ്യണം? വെൻ, എപ്പോൾ, അത് ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഡിഡ് എടുത്ത് നമ്മൾ മുന്നോട്ട് ഇടുക. അപ്പോൾ എന്തായി? വെൻ ഡിഡ് ട്രീസ ബൈ എ ന്യൂ ഫോൺ. ഇനി ആ യെസ്റ്റർഡേ ഞാൻ കട്ട് ചെയ്യണം, കാരണം യെസ്റ്റർഡേ ആൻസർ അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വന്നു? യെസ്റ്റർഡേ. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മുടെ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വന്നിരുന്നത്. ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ യെസ്റ്റർഡേ. ഇനി നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുമ്പിൽ കണ്ടത് എന്താണ്? ഈസ്, വാസ, ആമ, ആറൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? അതൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഞാൻ മനസ്സിലായി, കഴിഞ്ഞ കാര്യം പക്ഷെ സമയമുണ്ട്. അപ്പോൾ V2 അതുപോലെ ടൈമാണ്. ഇനി എന്ത് ചെയ്യണം? ഈ V2നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു V2 ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് V1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോട്ട് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് ബൈ അല്ലെ? ഇനി ഈ സെയിം നമ്മൾ എഴുതിയിരിക്കുന്ന ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ യെസ്റ്റർഡേ എന്ന് പറഞ്ഞ സെയിം സെന്റൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഏത്? ട്രീസ ഡിഡ് ബൈ എ ന്യൂ ഫോൺ യെസ്റ്റർഡേ എന്ന് എഴുതിയിരിക്കുന്നു, ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ യെസ്റ്റർഡേ എന്ന് എഴുതിയിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? അത് നമ്മളൊരു ഷോർട്ട് കട്ടിന് വേണ്ടിയാണ് പഠിക്കുന്നത്, അല്ലാതെ നമ്മൾ അങ്ങനെ പറയാറില്ല. ഇനി എന്ത് ചെയ്യണം? ആ ഡിഡിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുക. അപ്പോഴെന്ത് തോന്നും? വെൻ ഡിഡ് ട്രീസ ബൈ എ ന്യൂ ഫോൺ. വെൻ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ഉണ്ടോ? ഇല്ല, ബോട്ട് പോയി. ബോട്ട് ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് ബൈ. സോ വെൻ ഡിഡ് ട്രീസ ബൈ എ ന്യൂ ഫോൺ. അപ്പോഴതിന്റെ ആൻസർ എന്താണ്? എപ്പോഴാണ് ട്രീസ ഫോൺ വാങ്ങിച്ചത്? നമുക്കറിയാലോ, ഇന്നലെ. അല്ലെങ്കിൽ പറയാം ഷീ ബോട്ട് എ ന്യൂ ഫോൺ. അല്ലെങ്കിൽ ട്രീസയ്ക്ക് പറഞ്ഞാൽ ഞാൻ ഷീ എന്ന് എഴുതും. ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ യെസ്റ്റർഡേ. ഇനി മറ്റൊരു ഉദാഹരണം. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പഠിച്ചു. ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ നോക്കുക. ദേ ലൈക്ക് ചിക്കൻ. ദേ ലൈക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിക്കൻ ഇഷ്ടമാണ്. അതല്ല, അപ്പോൾ ഇവിടെ ലൈക്ക് എന്താണ്? V1 ആണ് വന്നിരിക്കുന്നത്. അതിന്റെ അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ആൽബർട്ട് ലൈക്സ് ഫിഷ് എന്നാണ്. ആൽബർട്ടിന് ഫിഷ് ഇഷ്ടമാണ്. ലൈക്സ് എന്തുകൊണ്ട് വന്നു? കാരണം ആൽബർട്ട് ഒന്ന് വന്ന് ഒരാൾ മാത്രമാണ്, അതുകൊണ്ടാണ് എന്ത് വന്ന്? ലൈക്സ് വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ എന്ത് വന്നു? V1 വന്നു. ഇതേതാണ് ടെൻസ്? ഈ ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി ഇവിടെയും ഈ പറയുന്ന നമ്മൾ മുമ്പിൽ പറഞ്ഞ ആ സെയിം പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഈസ്, ആമ, ആറ്, ഹാസ്, ഹാവ്, വാസ്, വേറെ, അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചോദിക്കേണ്ട ചോദ്യം, അവർക്ക് എന്തിഷ്ടമാണ്? ഇഷ്ടമാണ്? ഉത്തരം എന്താണ്? ചിക്കൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. സിമ്പിൾ പ്രസന്റ് ടെൻസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു V1 ഈസ് ഈക്വൽ ടു ഡു പ്ലസ് V1. അതുപോലെ തന്നെ
V1 is equal to does plus V1 ആണെന്ന് പറയുന്നത്. അപ്പോൾ V1 is equal to do plus V1 എന്നാണെങ്കിൽ like is equal to do like. V1 is equal to does plus V1 അങ്ങനെയാണെങ്കിൽ likes is equal to does plus like. അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ സെക്ഷൻ 1ൽ എന്താണ് കൊടുക്കുന്നത്? ദേ ലൈക്കിന് വരെ എന്ത് എഴുതാൻ പറ്റും? ഡു ലൈക്കിന്. ദേ ഡു ലൈക്ക് ചിക്കൻ. അല്ലേ? ഇനി നമുക്ക് അവർക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് പറയാൻ വേണ്ടി ആ ഡൂവിനെ എടുത്ത് മുമ്പിലോട്ട് ഇടുക. ചിക്കനാണ് ആൻസർ ആയിട്ട് ഇടുന്നത്. അതുകൊണ്ട് ചിക്കൻ നമുക്ക് ആവശ്യമില്ല. അപ്പോഴെങ്ങനെ വന്നു? വാട്ട് ഡു ദേ ലൈക്ക്. വാട്ട് ഡു ദേ ലൈക്ക്. അതിന്റെ ഉത്തരം എന്താണ്? ചിക്കൻ. ഇനി അടുത്ത് ആൽബർട്ട് ലൈക്സ് ഫിഷ്. അപ്പോൾ നമുക്ക് എന്താണ് ചോദിക്കേണ്ടത്? ഈ ആൽബർട്ടിന് എന്താണ് ഇഷ്ടം? ലൈക്സിന് വരെ എന്ത് എഴുതാൻ പറ്റും? നമ്മൾ ഇക്വേഷൻ പ്രകാരം ഡസ് ലൈക്ക് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡസിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മുമ്പിലേക്ക് ഇടുക. അപ്പോൾ വാട്ട് ഡസ് ഹി ലൈക്ക്. ഹീന് പകരം നമ്മൾ ആൽബർട്ട് എന്ന് എഴുതാൻ പറ്റും. വാട്ട് ഡസ് ആൽബർട്ട് ലൈക്ക് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണ്. അതല്ലെങ്കിൽ ഹി എന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഹി എന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ ആൽബർട്ട് എന്ന് എഴുതിയാൽ വാട്ട് ഡസ് ആൽബർട്ട് ലൈക്ക്. അതിന്റെ ഉത്തരം എന്താണ്? ഫിഷ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനകത്ത് എന്ത് ചെയ്യണം? ഡു പ്ലസ് V1 അല്ലെങ്കിൽ ഡസ് പ്ലസ് V1 സിംഗുലർ പ്ലൂറലിന്റെ അവിടെ. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ് പ്ലസ് V1 നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്, ക്വസ്റ്റ്യൻസ്. നമ്മളപ്പോൾ ആൻസർ ഉപയോഗിച്ചല്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. നമ്മൾ അത് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഐ എം ഫ്രം കേരള. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഉദാഹരണം, നമ്മളൊരു കമ്പനിയിലായി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ എം ഫ്രം മൈക്രോസോഫ്റ്റ്. ഐ എം ഫ്രം എനി നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റും. വെർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഐ എം ഗോയിങ് ടു മൈ ഓഫീസ്. ഞാൻ എൻ്റെ ഓഫീസിൽ പോവുകയാണ്. വെർ ഡു യു ലീവ്? വെർ ഡു യു ലീവ്? ഡു എന്തുകൊണ്ട് വന്നു? കാരണം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ താമസിക്കുക എന്നുള്ളത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? അത് പെർമനന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോഴെന്ത് പറയാൻ പറ്റും? ഐ ലിവ് ഇൻ ലണ്ടൻ. ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. വേർ ഡസ് ഹി ലീവ്? വേർ ഡസ്. എന്തുകൊണ്ടാണ് ഡസ് വന്നത്? ഹി എന്ന് വന്നത് സിംഗുലർ ആണ്, അല്ലെ? അപ്പോൾ എന്ത് പറയാൻ പറ്റും? വേർ ഡസ് ഹി ലീവ്? ഹി ലീവ്സ് ഇൻ ന്യൂയോർക്ക്. വിച്ച് ബുക്ക് ആർ യു റീഡിങ്? നിങ്ങൾ ഏത് ബുക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഐ എം റീഡിങ് ബൈബിൾ. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിച്ച് മൂവി വിൽ യു സീ ദിസ് മൺഡേ? വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്യൂച്ചറാണ്, അല്ലെ? അപ്പോൾ ഐ വിൽ വാച്ച് സ്പൈഡർമാൻ. വാട്ട് ടൈം ഈസ് ഇറ്റ്? എത്ര മണിയായി? ഇറ്റ് ഈസ് 3 o'clock. ഇപ്പോഴും 3 മണിയായി. ഞാൻ അതർ ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ നിയറസ്റ്റ് ബാങ്ക്? ഇവിടെ അടുത്തുള്ള ബാങ്ക് ഏതാണ്? ദ നിയറസ്റ്റ് ബാങ്ക് ഓൺ സ്ട്രീറ്റ് ബാങ്ക് ഈസ് ഓൺ the nearest bank is on street number 15. Just 2 minutes walk from here. 2 minute നടന്നാൽ മതി. 2 minutes, just 2 minute walk from here. ഇനി where are you working? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഉദാഹരണം, അതിന്റെ ഉത്തരം എന്താണ്? ഐ എം വർക്കിംഗ് ഇൻ ഡെൽ കമ്പനി. ഓർ ഐ എം വർക്കിംഗ് വിത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, ഇന്ന വേണമെങ്കിലും പറയാവുന്നതാണ്. ഇനി where do you work? അങ്ങനെയും ചോദിക്കാം. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വേർ ആർ യു വർക്കിംഗ് എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വേർ ആർ യു വർക്കിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വേർ ഡു യു വർക്ക് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്? കാരണം ഞാൻ പറഞ്ഞായിരുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് നമുക്ക് ജോലിയെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ശരിയാണ്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്തുകൊണ്ട് ഉപയോഗിച്ചു? അതിന്റെ കാരണം എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജോലി ഒരു പെർമനന്റ് ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പെർമനന്റ് എന്നുള്ളത് കുറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു സത്യം പറയാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോഴെന്താണ്? വെർ ഡു യു വർക്ക്? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഐ വർക്ക് വിത്ത് ഡെൽ കമ്പനി, അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ ഡെൽ കമ്പനി. വാട്ട് ആർ യുവർ ഹോബീസ്? വാട്ട് ആർ യുവർ ഹോബീസ്? നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്? അപ്പോഴും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഹോബി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ചിലപ്പോൾ നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഹോബി ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. സൈക്ലിംഗ് എന്താണ് നിങ്ങളുടെ ഒരു ഹോബിയാണ്, അല്ലെങ്കിൽ റീഡിങ് ബുക്സ് ഒരു ഹോബിയാണ്. എന്തെങ്കിലും നിങ്ങളുടെ എന്ത് ഹോബിയാണെന്നുണ്ടെങ്കിലും അത് പറയുക. ഓക്കെ. അല്ലെങ്കിൽ
നമ്മൾ എന്താണ് ട്രെയിൻ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പക്ഷികളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ UK ഏറ്റവും പ്രശസ്തമായ ഹോബികളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് കണ്ടാണ് ഈ പക്ഷികൾ ബേർഡ് വാച്ചിങ് എന്നുള്ള ഒരു ഭയങ്കര ഹോബിയാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പോകുന്നത്, അതൊരു വലിയ ഹോബിയാണ്. അങ്ങനെ പല പല ഹോബികൾ നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത ഹോബികളൊക്കെ ഉള്ളവരൊക്കെയാണ് UK ഉള്ളവർ. അതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ളൊരു പഠനം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.